പാർവതി മേൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. അകത്തേക്ക് വരണം സാർ. ആ. ആ ഇരിക്കൂ മേനോൻ. സുഖക്കേടാണെന്നറിഞ്ഞ് അന്വേഷിച്ചു വന്നാ ഞാൻ. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അസുഖം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാ നടക്കുക? ഭർത്താവ് മരിച്ചു. ഒരു മകനുള്ളത് അമേരിക്കയിൽ. ഞാൻ ഇനി എന്താ ചെയ്യുക? മേനോൻ പറ. ദീപാങ്കരനോട് നാട്ടിലേക്ക് വരാൻ പറയണം. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തില്ല ഇവിടെ. അയാൾ എന്തിനാ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ അങ്ങോട്ട് കൂടാൻ പറയണം. അത് പറഞ്ഞാൽ ആ കുട്ടി കേൾക്കുമോ മേനോൻ? ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കിയതാ. അവന് നമ്മുടെ നാടിനേക്കാൾ ഇഷ്ടം അമേരിക്കയാ. ഈ നാട്ടിലുള്ളവരെ ഒന്നും മനുഷ്യന്മാരായി അവൻ കണക്കാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അയാൾ ഈ നാട്ടുകാരനല്ലേ. അമ്മയെ മാറ്റാൻ പറ്റുമോ? അയാളോട് ഉടനെ ഇങ്ങോട്ട് വരാൻ പറയണം. അതാ ബുദ്ധി. നിങ്ങൾക്കിനി പഴയ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ നീക്കാൻ. രോഗം സീരിയസ് ആണെന്ന് പറഞ്ഞേക്കൂ. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വരാൻ പറയണം. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ ശുഭയുടെ ആവശ്യത്തിനുള്ള ഒന്നുകൂടെ കാര്യങ്ങൾ മേടിക്കണം. ശുഭയോട് എന്റെ അന്വേഷണം പറയണം. ആ. ശിവ, ഒന്ന് വണ്ടി സൈഡിലേക്ക് നിർത്ത്. എയർപോർട്ടിൽ നിന്ന് കഴിച്ച ഇളനീര് അബദ്ധമായെന്നാ തോന്നുന്നത്. നാച്ചുറൽ ബ്യൂട്ടി കണ്ട് നിന്നുപോയതാ. ടീച്ചറെ ഇതാ. ഇങ്ങോട്ട് വാ. എനിക്ക് ഈ പട്ടിക്കാട്ടിലേക്ക് വരാൻ ഒരു ഇഷ്ടമില്ല. പിന്നെ അമ്മ നിർബന്ധിച്ചാൽ എന്താ ചെയ്യാ? അമ്മ എന്ത് പണിയായി കാണിച്ച്? ഗുരുതരമായ എന്തോ രോഗമുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് വരുത്തിയത്? എന്റെ രോഗം ഗുരുതരം തന്നെയാ. നീ ഇവിടെ സ്ഥിര താമസമാക്കിയാൽ എന്റെ രോഗം മാറും. നീ ഇവിടുന്ന് പോയാ ഞാൻ ചാവും. ഏത് വേണം നീ പറ. ഞാൻ ഇവിടെ എന്താ ചെയ്യമ്മേ? ഈ നാട്ടിൽ കഴിയാനാണെങ്കിൽ ഇത്രയും ബിരുദങ്ങൾ നേടണമായിരുന്നു. അമേരിക്കയിൽ ഞാൻ എത്ര രൂപ ശമ്പളം വാങ്ങുന്നത് അമ്മയ്ക്കറിയോ? എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. നിനക്ക് കഴിയാനുള്ള വകയൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഒരു തൊഴിലില്ലാതെ ഈ നാട്ടിലാണെങ്കിൽ എനിക്ക് പറ്റിയ ഒരു കമ്പനികളും ഇല്ലാതാനും. സ്വന്തം നാട്ടിൽ താമസിക്കുന്നത് തന്നെയാ സുഖം. കഴിയുമെങ്കിൽ നീ ഇവിടേക്കൊന്ന് ചുറ്റി നടന്നു നോക്ക്. ഒന്നുമില്ലെങ്കിലും ശുദ്ധവായു ശ്വസിക്കാലോ. ഞാൻ അവിടെ ശ്വസിച്ചിരുന്നത് ശുദ്ധവായു അല്ല എന്നാണോ അമ്മ പറയുന്നത്? അമ്മ എന്നെ ഇനി ഇവിടുന്ന് വിടില്ല എന്നുള്ള കാര്യം തീർച്ചയാണോ? തീർച്ച.
കഷ്ടം തന്നെ അയ്യപ്പേട്ടന്റെ കാര്യം. എന്ത് പറ്റി ശുഭേ? 150 രൂപ കൊടുത്ത ഒരു കൂലിക്കാരനെ കിട്ടില്ലേ? കിട്ടും, പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കിളയ്ക്കുന്ന സുഖം കിട്ടില്ല. നേരെയായി കാണാനുള്ള മോഹം കൊണ്ട് പറയുന്നതാ. അയ്യപ്പേട്ടൻ എന്ത് ചെയ്താലും എനിക്കൊരു വിരോധവും ഇല്ല. ഇതാര് ദീപാങ്കുരനോ? ശുഭയ്ക്ക് അറിയില്ല ആളിനെ. നേര് പറയാലോ, പെട്ടെന്ന് മനസ്സിലായില്ല. 10 വർഷം മുമ്പ് എപ്പോഴോ കണ്ടതാ. എന്തൊരു മാറ്റല്ലേ? മാറ്റം എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ ഒരാൾക്ക് ഒരു മാറ്റവും ഇല്ല. അതാ എനിക്ക് അത്ഭുതമായി തോന്നുന്നത്. മാറ്റമില്ലെന്ന് പറയണ്ട കേട്ടോ. അയ്യപ്പേട്ടനെ നോക്കി വിലയിരുത്തണ്ട. അയ്യപ്പേട്ടന്റെ ഇത് കീഴ്പോട്ടാ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ശുഭ എന്ത് ചെയ്യുന്നു? റിസർച്ച് ചെയ്യാ. സബ്ജക്ട് സോഷ്യോളജി. ഈ സോഷ്യോളജിയിൽ എന്ത് റിസർച്ച് ചെയ്യാനാ? അതും ഈ നാട്ടിൽ താമസിച്ചുകൊണ്ട്. ഇത്തരം റിസർച്ച് കൊണ്ട് എന്താ ഒരു പർപ്പസ്? ദീപാങ്കുരേട്ടൻ നാട്ടിൽ സ്ഥിരതാമസാക്കിന്ന് കേട്ടു. അതുകൊണ്ട് ഈ നാടിന് എന്താ ഒരു ഗുണം? ശുഭയെല്ലാം തുറന്നടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാ അല്ലേ? ദീപാങ്കുരേട്ടനും ആ കൂട്ടത്തിൽ പെടുവല്ലോ. എങ്കിൽ തുറന്നു തന്നെ പറയാം, ശുഭ ഒരു ഉഗ്രം ബ്ലേഡ് ആണെന്നാണ് എന്റെ അഭിപ്രായം. ഈ അഭിപ്രായം എനിക്കും ഉണ്ട്. ദീപാങ്കുരേട്ടൻ കത്തിയാണെന്ന്. അല്ല, അയ്യപ്പനെ പറ്റി വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഹീസ് അനദർ കത്തി. അയ്യപ്പൻ എന്താ ഞങ്ങളെ കുറിച്ച് അഭിപ്രായം? അല്ല, അത് പറയൂ, ഒരു രസത്തിന് ചോദിക്കാ, ജസ്റ്റ് ഫോർ ഫൺ. നിങ്ങൾ രണ്ടുപേരും ഉഗ്രൻ കൊടുവാളുകളാണെന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് 3 പേർക്കും പരസ്പരം നല്ല അഭിപ്രായമില്ലാന്ന് ചുരുക്കം. കറക്റ്റ്. എങ്കിൽ പിരിയാം. ഒരു നാട്ടുകാരല്ലേ, ഇനിയും കാണേണ്ടി വരും. ഓക്കെ, സമാധാനം ആയല്ലോ. എന്നാ ശുഭ ചെല്ല്. അപ്പുണ്ണിമാഷ്ക്ക് എന്നെ മനസ്സിലായോ? ആ, ഓർമ്മയുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയും മറന്നിട്ടില്ല. പോരാത്തതിന് തന്നെക്കുറിച്ച് ഇടയ്ക്കിടെ ഞാൻ ഓർക്കുകയും ചെയ്യും. മാഷെന്നെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നാ. 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ദീപാങ്കുരനെയാ ഓർമ്മ. പോത്തുപോലെ വളർന്ന ഈ ദീപാങ്കുരനെ അല്ല. 9 എന്ന് താൻ ക്ലാസ്സിൽ പറയില്ല. 8 കഴിഞ്ഞാൽ 9 എന്നേ പറയൂ. 89 കഴിഞ്ഞ് 90 എന്ന് താൻ പറയില്ല, 9 എന്നേ പറയൂ. അതുപോലെ 700, 800, 90 എന്നേ താൻ പറയൂ. ഓർമ്മയുണ്ടോ? മലയാളവുമായി അത്ര ബന്ധമില്ലെങ്കിലും ചോദിക്കാം മാഷേ, അങ്ങനെ ഉച്ചരിക്കുന്നല്ലേ അതിന്റെ ഒരു ശരി? തന്നോട് ഞാൻ തർക്കിക്കുന്നില്ല. തൻ്റെ ഉച്ചാരണം ശരിയാ. ആട്ടെ, ഇനി എത്ര കാലമുണ്ട് നാട്ടിൽ? ഇനി മടങ്ങിപ്പോവരുതെന്ന് അമ്മ പറയുന്നത്. ഓ, അങ്ങനെയാണോ? ഇവിടെ താൻ എന്ത് ചെയ്യാൻ പോവുക? ഞാനും അത് തന്നെ ആലോചിക്കുന്നു മാഷേ. എനിക്ക് ഈ നാടുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും താൻ ജനിക്കേണ്ട ഇവിടെ ആയിരുന്നില്ല, വിദേശത്ത് ജനിക്കേണ്ടവനായിരുന്നു. അത്ര ബുദ്ധിയാ. മാഷ് ഇപ്പോഴും 1-ാം ക്ലാസ് തന്നെയാണോ? അല്ല, 1-ാം ക്ലാസ്സിലെ മാഷന്മാർക്ക് പ്രൊമോഷൻ ഇല്ലല്ലോ. ഞാൻ റിട്ടയർ ചെയ്ത വിവരമൊന്നും താൻ അറിഞ്ഞില്ലേ? ഇല്ല. അല്ല, മാഷ് എങ്ങോട്ടാ? എവിടെങ്കിലും വേണേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം നാട്ടിലുണ്ടെന്ന് താൻ മനസ്സിലാക്കണമല്ലോ. ഓക്കെ, ആ, ബൈ.
എനിക്കിപ്പോഴേ ഈ നാട് മടുത്തു അമ്മേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വിദേശത്താ. അവരും എന്നെ മനസ്സുകൊണ്ട് ഒഴിവാക്കുക. പുറത്തേക്കൊക്കെ നീ പോയിരുന്നല്ലോ. പഴയ പരിചയക്കാരെ ആരെയും നീ കണ്ടില്ലേ? അല്ലെങ്കിലും നിനക്കിവിടെ ആരാ പരിചയക്കാരായിട്ടുള്ളത് അല്ലേ? ചോദ്യവും ഉത്തരവും അമ്മ തന്നെ പറഞ്ഞു. 3 ജീവജാലങ്ങളെ കണ്ടുമുട്ടി. 3 പേരും 3 ടൈപ്പാ. ഒന്ന് ശുഭ, വേറൊന്ന് അയ്യപ്പൻ, പിന്നെ അപ്പുണ്ണി മാസ്റ്റർ. ലോകത്തുള്ള സകലരും മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ മാത്രം ഒരു മാറ്റവും ഇല്ല. ലോകം മാറുന്നെന്നൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അടിസ്ഥാനമായി ഒരു മാറ്റവും ഇല്ല. നീ പഴയ ദീപാങ്കുരം തന്നെയാ. മാറിപ്പോയിന്നൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. തങ്കമണി എന്താ ഒന്നും മിണ്ടാത്തത്? ശുഭയോട് ചോദിക്കാതെ ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാ അഭിപ്രായം പറയുക? ദീപാങ്കുരനെ കുറിച്ച് അവൾ എന്താ പറയാന്നറിയില്ലല്ലോ. അവളെവിടെ? ഇങ്ങോട്ട് വിളിക്കുക. തലവേദനയാണെന്നും പറഞ്ഞ് നേരത്തെ കിടന്നുറങ്ങി. ദീപാങ്കുരന് എന്താ ഒരു കുഴപ്പം? ഞാൻ ഈ വിഷയം ഗൗരവമായി എടുത്തിരിക്കുന്നു. ഇക്കാര്യം പാർവതി മേനോട് സംസാരിക്കാൻ പോവുക. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ മറുപടി പറയാ? പെട്ടെന്ന് വേണ്ട, ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി. എന്നെ അലട്ടുന്ന പ്രശ്നം ഇപ്പം അതൊന്നുമല്ല. ഒരു ജോലി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്ക് ഈ നാട്ടിൽ എന്ത് പണി കിട്ടാനാ? നിന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള എന്ത് പണിയാ ഈ നാട്ടിലുള്ളത്? BEd പാസ്സായ കാലത്ത് ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഒരു പണി സ്വീകരിക്കാൻ. മാസ്റ്റർ പണി വേണ്ടെന്ന് പറഞ്ഞ് നീ പിന്നെയും പഠിച്ചു, വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ദീപാങ്കുരന് എന്തിനാ ഒരു ജോലി? ദീപാങ്കുരനെ പോലൊരു ജീനിയസിന് ഇവിടുത്തെ ഒരു ജോലിയും പറ്റില്ല. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഇവന്റെ ലൈബ്രറി മേനോൻ കണ്ടിട്ടുണ്ടോ? 2 മുറി നിറയെ പുസ്തകങ്ങളാ. അമേരിക്കയിൽ നിന്ന് വരുമ്പോ ഇവ കൊണ്ടുവന്ന എന്താണെന്നറിയാമോ? ഒരു ലോഡ് പുസ്തകങ്ങള്. നേര് പറഞ്ഞാൽ ദീപാങ്കുരനോട് സംസാരിക്കാൻ പറ്റിയ ആളുകൾ ഈ നാട്ടിലില്ല. നേരം പോട്ടെ അങ്കിൾ, എന്ത് ജോലിയായാലും വേണ്ടില്ല. അല്ല, ചെറിയ ശമ്പളമുള്ളൊരു ജോലിയായാലോ? അതൊന്നും പ്രശ്നമല്ല അങ്കിൾ. 1-ാം ക്ലാസ്സിലെ മാഷാകാൻ പറ്റുമോ? 1-ാം ക്ലാസ്സിലെ മാഷോ? 2 ഡിവിഷനിലേക്ക് വേണ്ടുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു വേക്കൻസി ഉണ്ട്. ദീപാങ്കുരന് വേണമെങ്കിൽ 1-ാം ക്ലാസ്സിലെ മാഷാവാം. അത് വളരെ ചീപ്പായ ഒരു കാര്യമല്ലേ മേനോൻ? ഇത്രയും പഠിപ്പുള്ള ഇവൻ 1-ാം ക്ലാസ്സിലെ മാഷാവാന്ന് പറഞ്ഞാ. എനിക്കറിയാം, കൈത്തോക്ക് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പാറ്റൻടാങ് ഉപയോഗിക്കുന്ന പോലെയാണെന്ന്. അങ്കിൾ, എനിക്ക് ആ ജോലി തരുമോ? വെറുതെ വേണ്ട, സംഖ്യ എത്ര വെച്ചാൽ തരാം. ഇതൊക്കെ ഒരു തമാശയല്ലേ? ദീപാങ്കുരൻ 1-ാം ക്ലാസ്സിലെ മാഷാവാൻ തയ്യാറാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? യെസ് അങ്കിൾ, ഞാനതിനെ ഒരു ചലഞ്ചായി എടുക്കുകയാണ്. ടീച്ചറുടെ ഭാഗ്യം, ഇന്നു മുതൽ ടീച്ചറുടെ വർക്ക് പകുതി കുറഞ്ഞു. പുതിയ മാഷ് വന്നോ? ഇപ്പൊ വരും. 1-ാം ക്ലാസ് ബിയിലെ കുട്ടികളെ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദിവാകരൻ എന്താ ബെല്ലടിക്കാത്തത്? ഹായ്. മാഷിനെ കാത്തിരിക്കായിരുന്നു. ആ? കണ്ട 1-ാം ക്ലാസ്സിലെ മാഷാന്ന് തോന്നില്ലേ? അതെന്താ 1-ാം ക്ലാസ്സിലെ മാഷിക്ക് കൊമ്പ് വേണമെന്നുണ്ടോ? ഇക്കാലത്ത് ഇത്തരം ചപ്പടാച്ചികളൊക്കെ നല്ലതാ, എങ്കിലേ കുട്ടികൾക്ക് പേടിയുണ്ടാവും. വരൂ മാഷ് വരൂ. താങ്ക് യു. ഇവിടുത്തെ സ്റ്റുഡൻസ് അധികവും ലോ ക്ലാസ്സുകളല്ലേ. കയറി വന്നപ്പോഴേ ഒരു ബാഡ് സ്മെൽ. ഹൈജീനിക്കായ ഒരു അന്തരീക്ഷമായി എനിക്കിത് തോന്നുന്നേയില്ല.
പാവപ്പെട്ട വീടുകളിലെ കുട്ടികളാ. അവരെ മെരുക്കിയെടുക്കാൻ സ്വല്പ ബുദ്ധിമുട്ടാ. അമേരിക്കയിൽ ഞാൻ ഏത് പോസ്റ്റിൽ ഇരുന്ന ആളാന്ന് ടീച്ചർക്കറിയോ? ഗതികേട് കൊണ്ടാ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്, ജസ്റ്റ് ഫോർ എ ഫൺ. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യണം. ടീച്ചർ എനിക്ക് ലെസൺ എടുക്കുകയാണോ? ഞാൻ ഈ വേൾഡ് മുഴുവൻ കണ്ട ആളാ. എന്താ ടീച്ചറെ, കുറച്ച് പഞ്ഞി വേണമായിരുന്നു, പിന്നെ ഒരു കഷ്ണം തുണി. ഇവിടെ ടീച്ചർ പോസ്റ്റിൽ തന്നെയല്ലേ, അതോ നേഴ്സോ? രണ്ടും കൂടിയാ. ആ, എന്നാ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. താങ്ക്സ്. ഓടിക്കളിക്കുമ്പോ സൂക്ഷിക്കണ്ടേ ശിവാംബികെ? സാരല്ല കേട്ടോ. വേദനിക്കുന്നുണ്ടോ? വേദനയൊക്കെ ഇപ്പൊ പോവും കേട്ടോ, സാരല്ല. പോയിരുന്നു. ആ, ഇന്ന് നമുക്ക് കഥയും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് അക്ഷരങ്ങൾ പഠിക്കാം. എന്താ? പഠിക്കാം. അപ്പൊ ഇന്ന് ആരാ കഥ പറയാൻ പോന്നേ? ലിസൺ ലിസൺ, ഇതെന്താ? ഈസ് ഇറ്റ് എ മാർക്കറ്റ്? നിങ്ങൾ എന്തെങ്കിലും ഇറസ്പോൺസിബിൾ ആയി ബിഹേവ് ചെയ്യുന്നത്? എന്റെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് അലോ ദാറ്റ്. സൈലൻസ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഡു യു നോ ഹു ആം ഐ? സൈലൻസ്, സൈലൻസ് പ്ലീസ്. എനിക്ക് ഒന്നിനു പോണം. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ലേ? ഫൂൾസ്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ടീച്ചറാ. ടീച്ചർ എങ്ങനെ ആണാവാ? പെണ്ണല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 1-ാം ക്ലാസ്സിലെ മാഷാ കുട്ടികളെ, നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാ. ടീച്ചർ പോയിക്കോളൂ. ഈ ക്രീച്ചേഴ്സിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. കുട്ടികളല്ലേ മാഷേ, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ശ്രദ്ധിക്കാൻ എക്സ്പ്ലോസീവായ ഐറ്റംസ് ഒന്നും അല്ലല്ലോ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യില്ലെന്ന്. ഐ നോ വാട്ട് ടു ഡു. അങ്ങനെ ആനയും മുയലും കൂടെ വന്ന് പടക്കത്തിന്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും അതെല്ലാം കൂടെ അങ്ങ് പൊട്ടിപ്പോയി. എന്താ ടീച്ചർ അവിടെ ഒരു കൂട്ടച്ചിരി? ടീച്ചർ എന്താ കുട്ടികളെ പഠിപ്പിക്കാണോ അതോ ചിരിപ്പിക്കാണോ? ചിരിപ്പിച്ച് പഠിപ്പിക്കുക. അമേരിക്കയിലെ കൊടികുത്തിയ ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ട്. എയർപോർട്ടിൽ 1.5 years വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാ ഈ ദീപാവലി മാഷേ? ദീപാവലിയല്ല, അല്ലെങ്കിൽ അമാവാസി, എന്തോ ആയിക്കോട്ടെ. ഞാനും മാഷ പോലെ ഇവിടെ കാശ് കൊടുത്ത് കയറിയതാ. ഇവറ്റകളെ നേർവഴിക്ക് നടത്താനേ ഒരൊറ്റ മാർഗേ ഉള്ളൂ. മാർഗം എനിക്കറിയാം. ഐ നോ ഇറ്റ്. ആ, നിങ്ങൾക്കൊരു പുണ്ണാക്കും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതേ 1-ാം ക്ലാസ്സാ. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി വന്നാലും ഇവിടെ ഷൈൻ ചെയ്യാൻ പറ്റില്ല. ആ, നിങ്ങളെ ഇതങ്ങട് വാങ്ങിക്ക. പിടിക്ക് മാഷേ, പിടിക്ക്. ആ, ഇനി ധൈര്യമായിട്ട് ചെല്ലുക. തല്ലിക്കൊല്ലണ്ട, ഒന്ന് ഭയപ്പെടുത്തിയാ മതി. ആ, എന്താ നിന്റെ പേര്? പേരെന്താന്നാ ചോദിച്ചേ? സുപ്രിയ ടീച്ചർ മതി. ദീപു ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തുപറ്റി? അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സ്കൂൾ മാഷ പണിയൊക്കെ എങ്ങനെയുണ്ട്?
നീ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. കോളേജിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള നിനക്ക് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ? മാഷേ, കുട്ടികളെ പഠിപ്പിക്കണ നിസ്സാര കാര്യം അയാളുടെ വിചാരം. അതെ. ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് വലിയ പാണ്ഡിത്യമല്ല വേണ്ടിയത്, വകതിരിവ. പറ്റിയ ആളിനെയാ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ പുലി എന്ന് വിളിക്കുന്ന അടിയോടി മാഷെ. മാഷന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതേ ഇതുപോലുള്ള പഹയന്മാരാ. റീഡ് ഇറ്റ്. വായിക്കേ. എന്താ അത്? രാ എന്ന് പ്രൊനൗൺസ് ചെയ്യേ. രാ എന്ന് പറയടാ. എനിക്ക് മൂത്രം ഒഴിക്കാൻ പോണം. ആരാ മുടി കെട്ടി തന്നെ? അമ്മ. ആ, ടീച്ചർ പറഞ്ഞത് പറഞ്ഞേ. മഴ 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 മഴ. മോള് പറഞ്ഞേ മഴ മഴ. മഴ. കൊള്ളാം, മിടിക്കണേ. പോയിരുന്നോ? രാ എന്ന് പറയടാ. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. നീ പറയില്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താടാ ഇത്? ദൂരോട്ട് പോ. അടിയുണ്ടാക്കാതെ കളിക്കണം കേട്ടോ. കൈക്ക് വേദനയുണ്ടോ കേശു? നല്ല വേദനയുണ്ട്. നോക്കട്ടെ. കേശുവിന് രാ എന്ന് പറയാൻ അറിയില്ലേ? എങ്കിൽ പറഞ്ഞേ രാ. രമയെന്ന് പറ. രമ. ഇപ്പൊ നന്നായി പറയുന്നുണ്ടല്ലോ. പേടിച്ചിട്ടാണോ ചോദിച്ചിട്ട് പറയാത്തെ? ശരി, ഇനി മിടുക്കനായി മാഷ് ചോദിക്കുമ്പോ നന്നായിട്ട് പറയണം കേട്ടോ. പോയി കളിച്ചോ. എന്താ എന്താ ടീച്ചർ അവിടെ? ഏയ്, ഒന്നുമില്ല. നിന്നെ തല്ലിയവന്റെ പേരെന്തായിരുന്നു? ദീപാങ്കുരം മാഷ്. വീഴരുത്. എന്താ ദീപാവലി മാഷോ? അങ്ങോട്ട് ചെല്ലട്ടെ ഞാനൊന്നും. നീ ഇങ്ങോട്ട് വാടാ. അമേരിക്കന്ന് അടിക്കാൻ വന്നേക്കുന്നു. ചെറുക്കനെ തല്ലിയിട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ഇത് അവന്റെ കാറല്ലേ? ആ, നിർത്ത്. നിർത്തടാ. ഇത് ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കും. നോക്കിയോ, എന്റെ മോനെ തല്ലി അരവരാതി ഞാൻ കൊന്നിട്ടേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാക്കരുത് കുട്ടപ്പൻ ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ പ്രശ്നം? താൻ എന്റെ മോനെ തല്ലിയോ? യെസ്, തല്ലി. അതിനെന്താ? നീ ചുമ്മാ ഇരുടാ. എന്റെ മോനെ തല്ലിട്ട് അവൻ എന്നെ നേരെ അഹങ്കാരപ്പെടും. വെറുതെ വിടാൻ പറ്റുമോ? നിർത്തുക. എന്താ ഇത്? മാഷ, ഇയാൾ എന്റെ കുട്ടിയെ തല്ലി മാഷേ. ഇവന്റെ കോടതി ഞാൻ നിർത്തും. ആ, കുട്ടപ്പൻ പോ. അല്ല മാഷേ, അത് കുട്ടപ്പനോട് പോകാനാ പറഞ്ഞത്. അയാൾ ഇനി കുട്ടപ്പന്റെ മോനെ തല്ലില്ല. പോ. അപ്പുണ്ണിമാഷ് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ പോകുന്നു. കുട്ടപ്പൻ ചെല്ല്. ആ, റിട്ടയർ ചെയ്താലും തലയ്ക്കകത്ത് കുട്ടികളെ കുറിച്ചുള്ള ചിന്തയാ. ഭാര്യയില്ല, മക്കളില്ല. ഈ സ്കൂളിലെ കുട്ടികളല്ലാതെ മറ്റാരും എനിക്കില്ല. ഞാൻ എന്റെ കുട്ടികളെ ഒന്നിയൊന്ന് കാണട്ടെ. മാഷേ, കുട്ടികളോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. എന്നെ പഠിപ്പിക്കണ്ട. അയാളുടെ
അവളുടെ അഹങ്കാരം കണ്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. തുടക്കത്തില് നീയും ഒന്ന് പതറിയതാണല്ലോ. ഇപ്പോഴല്ലേ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു തുടങ്ങിയത്. എന്താ ഈ പോയ കാര്യം? ഈ ബന്ധം അവർക്ക് പറ്റില്ലെന്നാ പറഞ്ഞത്. അവര് വലിയ പണക്കാരാ. ജാതകം ചേർന്നില്ലെന്നാ പറഞ്ഞത്. അത് നുണയാ. സുപ്രിയയ്ക്ക് ഉദ്യോഗമില്ലേ? സ്വത്തും മുതലും കുറവാണ്, അത് സമ്മതിച്ചു. അവരൊഴിഞ്ഞൂന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം. വേറെ ആലോചന വരുമായിരിക്കും. എങ്ങനെയെങ്കിലും തലേന്ന് ഈ ഒരു ബാധ്യത ഒഴിഞ്ഞു കിട്ടണം. എനിക്കാ ഒരു ചിന്തയേ ഉള്ളൂ. ശിവദാസ മേനോൻ ഇന്നലെയും വിളിച്ചിരുന്നു. നിന്നെ കൊണ്ട് ശുഭയെ വിവാഹം കഴിപ്പിക്കണമെന്നാ അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്താ നിന്റെ അഭിപ്രായം? ആ ബന്ധം തരക്കേടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മേ, ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറമുള്ള ബന്ധമൊന്നും ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല. ഞാനും അങ്ങനെ കരുതുന്നുള്ളൂ. എന്ത് പറഞ്ഞാലും നിനക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ. ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആ, എവിടുന്ന് വരിക? ലൈബ്രറിന്ന്. റിസർച്ചിന് തയ്യാറെടുക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഓ, എന്തൊരു ബോറ സബ്ജക്റ്റ്. ബോറടിയില്ലാത്ത ഒരൊറ്റ കാര്യമേ ഈ ലോകത്തുള്ളൂ: കൃഷി, അഗ്രികൾച്ചർ. അതിൽ നിന്നാ കൾച്ചർ ഉണ്ടായത്. ആ, ചായ ഇരട്ടെ ലേശം. വേണ്ട. ഞാൻ അയ്യപ്പേട്ടനെ വിവാഹം കഴിച്ചു എന്ന് കരുതുക. ഇതേപോലെ ഫ്ലാസ്കിൽ ചായയുമായിട്ട് പാടത്തേക്ക് വരേണ്ടി വരില്ലേ? അതിഷ്ടമായൊരു പെൺകുട്ടി ആയിരിക്കുമല്ലോ ഞാൻ വെളിയഴിക്കുക.